കൂൾ ഓഫ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലെ നാലാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തേത്, നിങ്ങൾ സൈലൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ വൺ വേഡ് ഈ ഒരു 15 മിനിറ്റിൽ തന്നെ വൺ വേഡ് മൈൻഡിൽ സെറ്റാക്കി വെക്കുക. ഓക്കെ. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ അറിയാവുന്നതും അറിയാത്തതും തിരിച്ചു വെക്കുക. ഇപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വട്ടം ഇട്ട് വെക്കാം, അല്ല അറിയാത്ത വേണമെങ്കിൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈനസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ. ഇനി നാലാമത്തത്, മിനിമം 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്നാണെന്നറിയും, സംഭവം നിങ്ങൾ എക്സാം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് തപ്പലായിരിക്കും, ഏത് എഴുതണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഒരു ഡൗട്ട് അടിക്കും. അതുകൊണ്ട് ആ തപ്പൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റാക്കി വെക്കാൻ പറയുന്നത്. ഓക്കെ. ഇനി അഞ്ചാമത്തത്, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ വരെ ഉണ്ടെന്ന് നോക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ തീരുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യനിലാണ്. ഇപ്പം 32 തീരുന്നെങ്കിൽ ആ 32 ഒന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റാക്കിയിട്ട് വേണം പോവാൻ. കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.